ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു ഹാഫ് മന്തോളായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എനിക്ക് കുറച്ച് മടിയും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയാലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കതുപോലെ തന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ വർക്ക് ഇതൊന്നും ബേസ് ചെയ്തിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ഇതാണ് ഞാൻ ചെയ്യുന്നത്. സാധനങ്ങൾ മേടിക്കാൻ തന്നെ ഏകദേശം ഒരു ദിവസത്തെ കഷ്ടപ്പാട് മുഴുവൻ അതിനകത്ത് എടുക്കേണ്ടി വരും കേട്ടോ. അത്രയും കഷ്ടപ്പാടുണ്ട്. അതായത് ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് എല്ലാ സാധനവും കിട്ടില്ല. പല സ്ഥലത്തു നിന്നായിട്ട് വേണം ഈ സാധനങ്ങളെല്ലാം തന്നെ മേടിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുറച്ച് പൊക്കേസൊക്കെ ഉണ്ടാക്കി നമ്മൾ അടുത്ത സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പോണ വഴിക്ക് കുറേ പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടു കേട്ടോ. ഏത് ബ്രീഡാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഇപ്പം ഏകദേശം എങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എൻ്റെ അമ്മ എങ്ങാണ്ട് അവിടെ എവിടെയാണ്ട് ഉണ്ട്. നല്ല കുരയായിരുന്നു. പോണ വഴിക്ക് ഈ പീക്കി എന്നുള്ള കുര കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ നിറച്ച് പട്ടിക്കുഞ്ഞുങ്ങൾ. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊറിയർ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. വീണ്ടും സാധനമൊക്കെ എടുത്തുകൊണ്ടെന്ന് വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊരു ഫാക്ടറിയാണ് കേട്ടോ. അത് ബ്ലോയിങ് ഗ്ലാസിൻ്റെ ഒരു ഫാക്ടറിയാണ്. ഇവിടുത്തെ എല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഊതി വീർപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന കുറേ ഇങ്ങനെ കുപ്പി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഇതാണ് കേട്ടോ. ഇത് ക്യാൻഡിൽസിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ഇത് കുറേ ഗോളി പോലത്തെ സംഭവമില്ലേ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എന്ത് രസമാണെന്നറിയോ, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തോ മായാജാലത്തിൽ കയറിയ പോലെ ഉണ്ടായിരുന്ന ഫീല്. കാര്യമായിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ അവർ മേക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സെക്ഷനിലും ഓരോ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ അവരുണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു മൊന്തയൊക്കെ പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, വലിയ കുപ്പികളൊക്കെ പോലെ ഒക്കെയാണ് കേട്ടോ. ഭരണിയൊക്കെ പോലെ ഇരിക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ബൾബിൻ്റെ വലിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഈ ചേട്ടൻ ആ കോയിലിട്ട് ഊതുന്നതാണ് കാണുന്നത്. എന്നിട്ട് ഇതിങ്ങനെ വീർത്ത് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഞാനും ഈ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്. എൻ്റെ കണ്ണ് ഈ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളും ഓരോന്നിൻ്റെ ഭംഗിയിലോട്ടാണ് കേട്ടോ പോയത്. ഓരോ പീക്കിരി സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിങ്ങും ആ ഒരു കളർ കോമ്പിനേഷൻസും ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സീലിംഗ് ലൈറ്റ്സ് ഇല്ലേ, അതുവരെ ഇവർ ഇതും കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ പൈസയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ആനയാണ് കേട്ടോ. ഇത് കുറച്ച് മനസ്സിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നായിരുന്നു. പക്ഷേ ഇത് €2.50 ഉണ്ടായിരുന്നുള്ളൂ. ഇതായിരുന്നു. ഇതും വേറൊരു കിളിയുടെ ഉണ്ടായിരുന്നു. അതിനെങ്ങാണ്ട് €4 സംതിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞൂടോ. പിന്നെ പരുന്തിൻ്റെ ഇത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനിത് നിങ്ങൾ കാണുവാണല്ലോ, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓവറാക്കുന്നില്ല. എന്തായാലും മാൾട്ടയിലുള്ളവർ ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും എന്തെങ്കിലും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു പ്ലേസ് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ചേട്ടനാണ് ഇവിടുത്തെ പിരിപിരിവെന്നുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. കുറേ സാധനങ്ങൾ, ഇത് പട്ടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇവിടെയാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ എവിടെ വീഡിയോ എടുക്കണം, എങ്ങോട്ട് നോക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ടാണ് എൻ്റെ മനസ്സ് മുഴുവൻ മാറിപ്പോയത്. ഇതിൻ്റെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് 2 ഗ്ലാസിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തീന ഗ്ലാസ് എന്നാണ് ഇതിന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാൾട്ടീസ് ഡിഷൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ബീഫും കൊണ്ടുള്ളൊരു ഫില്ലിങ്സ് ആണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തുളയായി. പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫില്ലിങ്ങിന്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടറ്റോയും അതുപോലെ തന്നെ ബീഫും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കും. അതാണ് ഈ ഒരു ഡിഷ്. എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും. അതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫില്ലിങ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് വിചാരിച്ചു കുറച്ച് പൊട്ടറ്റോയും കൂടി ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊട്ടറ്റോയുടെ ഉള്ളിൽ നമുക്കിങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഫില്ലിങ് കൊടുക്കാമെന്ന്. അപ്പോൾ ഇത് ബീഫും പിന്നെ ആ ഒരു മാരോയുടെ ഉരുണ്ട സാധനമാണത്. അത് കൊടിയും കുരുവിരുമെന്ന് അരിഞ്ഞിട്ട് അത് രണ്ടോടിയായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പൊട്ടറ്റോ കൂടി ഇട്ടു. അത് പൊട്ടറ്റോയുടെ ഉള്ളിലും ഇതുപോലെ തന്നെ ഹോളിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് മാരോയുടെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നതാണ്. പൊട്ടറ്റോ അത്ര ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ മറ്റതാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്.
പിന്നെ ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാള ഒന്ന് കുരുകുരുന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറേ ആയി. നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനൊരു അവസരം കിട്ടിയാൽ നമ്മൾ എന്തായാലും നാട്ടിൽ പോകാതിരിക്കത്തില്ലല്ലോ. നാട്ടിൽ പോകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, എന്തായാലും നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും സവാള കുരുകുരുന്ന് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ എന്തോ ഒരു ഇലയും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രേറ്റഡ് ചീസാണ് ആ ഒരു സൈഡിൽ ഇരിക്കുന്ന വൈറ്റ് കളറ്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താണ് നമ്മൾ മിക്സിങ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഒരു 5 മിനിറ്റ് എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാൾട്ടീസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ സൂപ്പാണ് കേട്ടോ. അത് ഏത് ടൈപ്പ് സൂപ്പാണെങ്കിലും എനിക്കിഷ്ടമാണ്. ഫിഷ് സൂപ്പാണെങ്കിലും അതുപോലെ തന്നെ ബീഫും മട്ടനും അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ പോർക്ക്, എന്ത് ടൈപ്പ് സൂപ്പാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ഡിഷെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. അധികം പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഡിഷ് ഒന്ന് കടുക് വറുക്കണം, പിന്നെ അത് അങ്ങോട്ടൊഴിക്കണം, താളിക്കണം, ഇതൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു പാത്രത്തിൻ്റെ ആവശ്യം വരും. അങ്ങനെയല്ല, എന്നാലും ഇവിടുത്തെ ഡിഷ് കുറച്ചും കൂടി ഈസിയാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്യുന്ന ഞാൻ കൂടുതലായിട്ട് ഒന്നല്ല കേട്ടോ, 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത്രയും ദിവസം എന്താണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെസ്സേജ് മാത്രമല്ല, മെയിലോടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇട്ടേക്കാന്ന്. എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടും ഇതുപോലെ വോയിസ് ഓവർ ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ പതിയെ കുറച്ചത് കേട്ടോ. എൻ്റെ ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാൾട്ടീസ് ഡിഷാണ് കയറി വരുന്നത്. കൂടുതലും ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. പക്ഷേ നാട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു വേറെ ഫീൽ തന്നെയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്ന ഹെർബ്സൊക്കെ, അതായത് നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും മസാല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ ഇതൊരു മിക്സഡ് ഇറ്റാലിയൻ ഹെർബ്സാണ് ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ കൂടുതലും ഇവിടുത്തെ കറികളിലും അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കുവാണെങ്കിലും സൂപ്പ് ഉണ്ടാക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ഇതൊക്കെ തന്നെയാണ്, ഈ ഒരു മസാല മീൻസ് ഈ ഒരു സംഭവമാണ് ഇടുന്നത്. ഇവിടെ വന്ന സമയത്ത്, മാൾട്ടയിൽ വന്ന സമയത്ത് എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും. പക്ഷേ എനിക്കിപ്പോൾ ഇതൊക്കെ ഞാൻ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഓവനിലോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൊരു 3-4 ഉണ്ടായിരുന്നു. അത് 3 പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ ഉണ്ടായിരുന്നു, അതും കൂടി ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോ നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് വെച്ചതാണ്, അതായത് ഫില്ലിങ് കൂടുതലായതുകൊണ്ട് വെച്ചാണ്. ബാക്കി വന്ന ഫില്ലിങ് നമ്മളൊരു ബർഗറിനൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള രീതിക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം കൂടി നമുക്കിത് ഏകദേശം ഇങ്ങനെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് ഇതായിട്ട് വെക്കും. അപ്പോൾ ഒന്ന് ബേക്ക് ചെയ്തും അതും കിട്ടും കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ, ആവി ഏറി വേവാൻ വേണ്ടിയിട്ട്. അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കും. ഇതിന് മുകളിലോട്ട് തന്നെയാണ് നമ്മുടെ സവാളയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലോടെയും കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ പെപ്പറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, മറന്നുപോയതല്ല, നമ്മളിവിടെ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളോടി ഒഴിച്ച് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് നമ്മളൊരു 40 മിനിറ്റ് ഓളം വെക്കുന്നുണ്ട് കേട്ടോ. 40 മിനിറ്റോളം 40-45 മിനിറ്റോളം നമ്മളിത് ഓവനിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി വന്ന നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ, അത് നമ്മളൊരു ബർഗറിന് വേണ്ടിയിട്ടുള്ള രീതിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇത് ഒരു പൊടിയാണ്, പക്ഷേ ഇത് നമ്മുടെ റവ ഒക്കെ പോലെ നല്ല തരിയുള്ളൊരു പൊടി ടൈപ്പാണ്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫ് തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. എന്തായാലും ഫുഡൊക്കെ നല്ല കിടിലൻ ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. ഫസ്റ്റ് ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ പുഴുങ്ങി എടുക്കുന്ന രീതി എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്കിത് ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് തക്കാളിയും കൂടി ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള പരിപാടിയിലോട്ട് പോയി. അതായത് മെയിനായിട്ടുള്ള പരിപാടിയല്ല, എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ. അപ്പോൾ കുറച്ച് റിബൺസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാനൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂവൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് നമ്മുടെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടും ചോക്ലേറ്റ് ബൊക്കയ്ക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ.
കാര്യം എനിക്കിതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ നമുക്ക് ചേഞ്ച് ആയിട്ടുള്ള ഓർഡർ വരുന്നില്ല. നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് ഇതങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദേ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ദേ ഇതുപോലെ ഇരിക്കും. ഒരു പുഴുങ്ങിയെടുത്ത ഒരു ഫീലായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ അലൂമിനിയം ഫോയിൽ പേപ്പർ മാറ്റിയിട്ട് നമ്മളിതിങ്ങനെ തന്നെ വീണ്ടും ഓവനിലോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഷെയ്ഡൊക്കെ വരും, ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ദേ നമ്മുടെ ഫ്ലവറൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഓർഡർ അനുസരിച്ചാണ് ഞാൻ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കാറ്. ഇപ്പം ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ വരുമ്പോൾ അതങ്ങ് എടുത്താൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ടൈപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ഈ ഒരു ടൈപ്പിലും 2 വേറൊരു ടൈപ്പാണ് കേട്ടോ. പക്ഷെ അതെങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. അത് പക്ഷേ റോൾ ചെയ്യേണ്ട ഡിഫറൻറ്റിലാണ് അതങ്ങനെ 2 ടൈപ്പായിട്ട് മാറുന്നത്. പിന്നെ ഇതെല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ടെമൂന്ന് മേടിക്കാം. പക്ഷേ ടെമൂന്ന് മേടിച്ച് നമുക്കിവിടെ സാധനം എത്തുമ്പോഴേക്കും ഒത്തിരി ഡിലേ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ കടയിൽ നിന്ന് മേടിക്കുന്നത്. നമുക്ക് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള എക്സ്പെൻസും ഉണ്ട്. റോസസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ. യൂട്യൂബിൽ കുറേ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഞാൻ റെഫർ ചെയ്താണ് ഇത് പഠിച്ചത്. കുറച്ച് ക്ഷമയും കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്കും ഇതെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന കാര്യമൊക്കെ ഉള്ളൂ കേട്ടോ. അധികം വലിയ പണിയൊന്നുമില്ല. പക്ഷേ കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് സമയവും ഒക്കെ വേണം. ഏകദേശം ഒരു 3-4 ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 ഫ്ലവേഴ്സിൻ്റെ ബൊക്കെയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് 3 ഫ്ലവറിൻ്റെ ബൊക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ് ഫ്ലവറാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇത്രയും വെറൈറ്റി ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ബൊക്കെ ഉണ്ടാക്കി. എനിക്ക് അത്ര തൃപ്തിയായില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അയച്ചു വേണ്ടത് വീണ്ടും അതിനെ ഒന്ന് മിനുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ കിക്കാറ്റിൻ്റെ ചോക്ലേറ്റ് ബൊക്കേസ് ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ മിക്സഡ് ചോക്ലേറ്റ് ബൊക്കേസും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബോണ്ടിയുടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള സ്നിക്കേഴ്സ് വരുന്നതും മാസ് വരുന്നതും ഒക്കെ ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും സെറ്റായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്കത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതുപോലെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിങ്ങനെ പറഞ്ഞറിയിക്കണത് എനിക്കറിഞ്ഞൂടാ. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് കിക്കാറ്റിൻ്റെ ചോക്ലേറ്റ് ബൊക്കെ ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെയും ചോക്ലേറ്റ് ബൊക്കേസ് എന്താണ് വേണ്ടത് എന്നനുസരിച്ചാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്പോഞ്ച് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു സ്പോഞ്ച് എൻ്റെ അടുത്ത് ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ അതിനകത്ത് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പല ദിവസമായിട്ട് എടുത്ത് കുറച്ച് ക്ലിപ്സൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ബൊക്കയും കൂടി സെറ്റാക്കിയാൽ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ലുക്ക് ബൊക്കയുടെ ഇതാണ്. ബൊക്കയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ബൊക്കയുണ്ട്, ഫ്ലവർ ബൊക്കയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.